على سيدنا محمد وعلى آل سيدنا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ദ് ഫദ്ൽ കൊണ്ട് നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ ന്യൂനതകളും പരിഹരിച്ച് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ അബദ്ധങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അഫൂ ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ ഖബറുകൾ അല്ലാഹു വിശാലമാക്കുകയും അവരെയും നമ്മയും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. മഹാന്മാരായ നമ്മുടെ ആലിമീങ്ങൾ, ഉസ്താദുമാർ, നേതാക്കന്മാർ, അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും സിഹ്ഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അവരിൽ രോഗം കൊണ്ട് വിഷമിക്കുന്ന പലരും ഉണ്ട്. അവർക്ക് അല്ലാഹു പരിപൂർണ ശിഫയും ആഫിയത്തും നൽകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ ഉസ്താദുമാർ, അതേപോലെ ഇത്തരം ഒരു വഴിയിലേക്ക് നമ്മെ തിരിച്ചുവിടാൻ ആരൊക്കെ നമ്മുടെ പിന്നിൽ ഉത്സാഹികളായി പരിശ്രമിച്ചുവോ അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ ഖൈർ രണ്ടു വീട്ടിലും നൽകട്ടെ. അവരിൽ നിന്ന് മരിച്ചുപോയവർക്ക് അല്ലാഹു അവരുടെ ആഖിറം സന്തോഷമാക്കി വെളിച്ചമാക്കി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സർവസ്തുതിയും അല്ലാഹുവിന് എന്നതാണ് ബുശ്റാക്കുമുൽ യൗമിൽ ഇന്നത്തെ നമ്മുടെ ക്ലാസിനു വേണ്ടി സെലക്ട് ചെയ്യപ്പെട്ട വിഷയം. സർവസ്തുതിയും അല്ലാഹുവിന്. നമ്മുടെ ബുശ്റാക്കുമുൽ യൗം എന്ന ഈ ക്ലാസ്, ഈ പരിപാടി തീർത്തും ബൈലക്സ് രംഗത്ത് വേറിട്ട ഒരു അനുഭവവും നിരവധി ആളുകൾ റേഡിയോയിലും മറ്റും നാട്ടിൽ നിന്ന് പോലും ബുശ്റാക്കുമുൽ യൗം മുടങ്ങാതെ കേൾക്കുന്ന നിരവധി ആളുകളുണ്ട്. ഓരോ ദിവസവും വ്യത്യസ്തരായ ഉസ്താദുമാർ, അതിൽ തന്നെ നല്ല നല്ല ആലിമീങ്ങളുടെയൊക്കെ ക്ലാസ്സുള്ള ദിവസങ്ങൾ വളരെ താൽപര്യപൂർവ്വം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വലിയ ഒരു ശതമാനം ആളുകൾ പല ഭാഗങ്ങളിലുമായി ഉണ്ട് എന്നത് വളരെ സന്തോഷമാണ്. പലരും ബുശ്റാക്കുമുൽ യൗമിനെ കുറിച്ച് നമ്മളോട് വിളിച്ചു പറയുകയും അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നത് കേൾക്കുമ്പോൾ തീർച്ചയായും വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുടെ ശ്രദ്ധ ഇതിലേക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭം ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. ആഖിറത്തിൽ നമുക്ക് വിജയിക്കാൻ നമ്മൾ ഈ ബുശ്റാക്കുമുൽ യൗമിലൂടെ നമ്മൾ നേടുന്ന അറിവും വിജ്ഞാനവും അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിആക്കട്ടെ. നാഫിആയ ഇൽമ് ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. നാഫിആയ ഇൽമ് ലഭിക്കാൻ വേണ്ടി നമ്മളൊക്കെ ദുആ ചെയ്യുന്നു, ആഗ്രഹിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമ് നാഫിആക്കട്ടെ. നാഫിആയ ഇൽമാണ് സത്യത്തിൽ മനുഷ്യന്റെ ഖബറിലേക്ക് വരുന്നത്. ഇൽമ് നാഫിആകുമ്പോഴേ ഖബറിൽ ആ ഇൽമു കൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ.
ഇൽമു നാഫി അല്ലെങ്കിൽ ആ ഇൽമു കൊണ്ട് അവന് ശർറാണ് ഉണ്ടാവുക. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇൽമ് ഖബറിൽ ഇൽമു വരും എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്. ചിലപ്പോൾ നമുക്കൊരു ധാരണ ഉണ്ടാവും ഖബറിലേക്കൊക്കെ ഇൽമു വരിക എന്ന് പറഞ്ഞാൽ വലിയ ആലിമുൽ അല്ലാമക്കായ ആളുകൾക്കായിരിക്കും എന്നൊക്കെ. സത്യത്തിന് അങ്ങനെയൊന്നുമല്ല. ആലിമീൻ ഇൽമ് നാഫി ആണെങ്കിൽ അത് എത്ര ചെറിയ ഇൽമാണെങ്കിലും ആ ഇൽമ് ഖബറിലേക്ക് വരും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഒരാൾ വളരെ ചെറിയൊരു കാര്യം പഠിച്ചതുള്ളൂ, പക്ഷെ അയാൾ ആ പഠിച്ചതനുസരിച്ച് അയാൾ അമൽ ചെയ്തു എങ്കിൽ തീർച്ചയായും അയാളുടെ ആ ഇൽമ് അയാൾക്ക് നാഫിയാണ്. ഖബറിൽ ആ ഇൽമ് വരും. ഒരു മനുഷ്യന്റെ രൂപത്തിൽ അവനെ സമീപിക്കുകയും എന്നെ അറിയുമോ, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മറുപടി പറയുകയും ചെയ്യുമെന്ന് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എത്ര ചെറിയ ഇൽമാണെങ്കിലും ആ ഇൽമ് നാഫി ആണെങ്കിൽ അത് ഖബറിൽ ഉപകരിക്കും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ വളരെ ഇൽമു കുറഞ്ഞവരാണ്, വളരെ അമലും കുറഞ്ഞവരാണ്. നമ്മുടെ ഇൽമ് അല്ലാഹു നാഫി ആക്കട്ടെ. നമ്മുടെ അമലുകൾ അല്ലാഹു തആല വലിയ പ്രതിഫലം നൽകി കബൂൽ ചെയ്യുകയും അമലുകൾ പൊളിച്ചു കളയുന്ന റിയാ പോലുള്ള സുംഅത്ത് ഉജ്ബ് പോലുള്ള മാനസിക വൈകൃതങ്ങളെ തൊട്ട് നമ്മുടെ ഹൃദയത്തെ അല്ലാഹു ശുദ്ധീകരിക്കുകയും ചെയ്യട്ടെ. ഇന്ന് സർവസ്തുതിയും അല്ലാഹുവിന് എന്ന വിഷയമാവുമ്പോൾ ഹംദിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹംദ് നമുക്കറിയാം. അൽഹംദുലില്ലാഹ്, ഇതാണ് ഹംദ്. അല്ലാഹുവിനേക്ക് സ്തുതി അർപ്പിക്കാൻ വേണ്ടി ഒരാൾ ഉപയോഗിക്കുന്ന ഏറ്റവും വളരെ ലളിതമായ വാക്കാണ് അൽഹംദുലില്ലാഹ്. സാധാരണ നമ്മളൊക്കെ പ്രയോഗിക്കാറുണ്ട്. മലയാളികളാണ് ആ വിഷയത്തിൽ വളരെ ബാക്കിൽ. ഒരു അറബി വന്നിട്ട് കൈഫ് ഹാലക് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അൽഹംദുലില്ലാഹ് എന്ന് പറയും. അൽഹംദുലില്ലാഹ് എന്ന് പറയും. ശേഷം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് എന്നല്ല പറയാം, മറിച്ച് അതിപ്പോ പറയാതിരിക്കലാ നല്ലത്, അങ്ങനെ തട്ടിമുട്ടിയൊക്കെ ഒപ്പിച്ച് അങ്ങനെ പോകണം എന്നാണ് അവൻ മറുപടി പറയാൻ. അവൻ മലയാളികളാണ് ആ വിഷയത്തിൽ വളരെ ബാക്കിൽ. നമ്മളത് ശ്രദ്ധിക്കണം. പിന്നെയും വിദേശത്ത് പോയിട്ടുള്ള ചില ആളുകളാണ് ആ ഒരു പ്രയോഗം അല്പമെങ്കിലും ശീലിച്ചു വന്നിട്ടുള്ളത്. സത്യത്തിൽ അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ ഒരു മനുഷ്യൻ പൂർണ്ണമായും വഴങ്ങിക്കൊടുക്കുകയും അള്ളാഹുവിന്റെ ഇറാദത്തിൽ അവന്റെ പരിപൂർണമായ ക്ഷമയുടെയും തൃപ്തിയുടെയും ബഹിസ്ഫുരണമാണ് അവന്റെ ഹൃദയത്തിൽ നിന്നും അള്ളാഹുവിനുള്ള സ്തുതിയായി നിർഗളിക്കുന്നത്. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ബോധവും നിഅമത്തുകളുടെ ദാതാവ് അള്ളാഹുവാണ് എന്ന തിരിച്ചറിവും ഉണ്ടായിരിക്കണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ ഹംദ, ഇന്നല്ലാഹ അസ്സ വജല്ല യുഹിബ്ബു അൻ യുഹ്മദ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്തുതിക്കലിന് ഇഷ്ടപ്പെടുന്നു എന്ന്. ഒരു അടിമ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതായത്
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ അത് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് എന്ന്. സത്യത്തിൽ ഇവൻ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? അല്ലാഹുവിന്റെ നിഅമത്തിനുള്ള ശുക്റായിട്ടാണ്. അല്ലാഹുവിന്റെ നിഅമത്തിനുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹത്തിനുള്ള ശുക്റായിട്ടാണ് അൽഹംദുലില്ലാ എന്ന് ഇയാൾ പറയുന്നത്. അതൊരു ഒരു ദിവസത്തിൽ ഒരു പ്രത്യേകമായ ഒരു കാര്യസാധ്യം ഉണ്ടായപ്പോൾ അവൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ പോരാ. കാരണം അല്ലാഹുവിന്റെ നിഅമത്ത് കാലങ്ങൾക്കതീതമായി, ദിവസങ്ങൾക്കും സമയങ്ങൾക്കും അതീതമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അല്ലാഹുവിന്റെ നിഅമത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഈ ഒരു രണ്ട് പദം, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ഈ രണ്ട് പദം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് മുഖാബലയായി അല്ലെങ്കിൽ അതിന് പകരമായി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു നിലക്കും അതിനോട് തുല്യപ്പെടുത്താൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ നിഅമത്ത് എവിടെ കിടക്കുന്നു? ഹംദ്, ഈ രണ്ട് വാക്ക് എവിടെ കിടക്കുന്നു? ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നൊരു റഹ്മത്താണ്. അവന്റെ അടിമകളോട് അള്ളാഹു ചെയ്ത റഹ്മത്താണ് എന്ത്? അവന്റെ നിഅമത്തുകൾ തന്റെ അടിമ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അവനുള്ള ശുക്ർ ആയി. ഈ വേർഡ് അല്ലെങ്കിൽ ഈ വാക്ക് നമുക്ക് പഠിപ്പിച്ചു തന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വലിയ റഹ്മത്താണ്, നമ്മളോടുള്ള വലിയ കാരുണ്യമാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ ഈ സംസാരം ഇത് അശ്രദ്ധമായി കേൾക്കുന്നതിന് പകരം വളരെ ഗൗരവത്തോടുകൂടെ ഇതിന്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ സത്യത്തിൽ നമ്മൾ വല്ലാത്തൊരവസ്ഥയിലായിപ്പോകും. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ വളരെ വിനയത്തോടുകൂടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ആവശ്യപ്പെടുകയാണ്. അതായത് നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്റായിട്ടാണ് നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. നിഅമത്തിന് ശുക്റായിട്ട്, നന്ദിയായിട്ട്. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും ചെയ്തു തന്ന നിഅമത്തുകൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്ക്. എനിക്ക് അല്ലാഹു തന്ന നിഅമത്തുകളെ കുറിച്ച് ഞാൻ ആലോചിക്കും. ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരും അവർക്ക് അല്ലാഹു തആല ചെയ്തു കൊടുത്ത നിഅമത്തുകളെ കുറിച്ച് ചിന്തിക്കട്ടെ. എന്നിട്ട് എനിക്ക് അല്ലാഹു തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ ഇത്രയും അനുഗ്രഹങ്ങൾ അല്ലാഹു എനിക്ക് തന്നു, അതുകൊണ്ട് അല്ലാഹുവിന്റെ ഈ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഇത്ര ശുക്ർ ഞാൻ തിരിച്ചു കൊടുക്കണം എന്ന് കണക്കാക്കാൻ ഒരാൾ ഒരുങ്ങിയാൽ അവൻ വിഡ്ഢിയാണ്. സാധിക്കില്ല. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ക്ലിപ്തപ്പെടുത്താൻ സാധിക്കുന്നതിലപ്പുറമാണ്. وَإِن تَعُدُّوا نِعْمَةَ اللَّهِ لَا تُحْصُوهَا وَإِن تَعُدُّوا نِعْمَةَ اللَّهِ لَا تُحْصُوهَا. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഒരാൾ എണ്ണി ക്ലിപ്തപ്പെടുത്താൻ ഒരുങ്ങിയാൽ ലാ തുഹ്സൂഹാ, അവനത് ക്ലിപ്തപ്പെടുത്താൻ സാധിക്കുകയില്ല, കണക്കാക്കാൻ സാധിക്കുകയില്ല. ഇത്ര അനുഗ്രഹങ്ങൾ എന്ന് അള്ളാഹുവിന്റെ നിഅമത്തിനെ കുറിച്ച്, അനുഗ്രഹങ്ങളെ കുറിച്ച് പറയാൻ കഴിയില്ല. കാരണം അള്ളാഹുവിന്റെ നിഅമത്ത് നമുക്ക് ക്ലിപ്തപ്പെടുത്താൻ സാധിക്കുന്നതിലും എത്രയോ അപ്പുറമാണ്. അനുഗ്രഹങ്ങൾ എന്ന് ഞാൻ പറയുമ്പോഴും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്ന ശാരീരികമായ സുഖങ്ങളും സാമ്പത്തികമായ ഭദ്രതകളും കുടുംബപരമായ പവിത്രതകളുമൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ പെട്ടെന്ന് ഓടിയെത്തുന്നത്. പക്ഷേ അതൊക്കെ അനുഗ്രഹങ്ങളാണ്. അതിന്റെ അപ്പുറം നിങ്ങൾ നോക്ക്, നമ്മൾ അറിയാതെ തന്നെ എന്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം, നമുക്ക് ജീവിക്കാൻ ആവശ്യമായ അനുയോജ്യമായ കാലാവസ്ഥ നിലനിർത്തുന്നതിൽ ഇതൊക്കെ നമ്മൾ അറിയാതെ, നമ്മൾ ആവശ്യപ്പെടാതെ നിലനിന്നുകൊണ്ടിരിക്കുന്ന നിഅമത്തുകളാണ്. അത് എടുത്തു കളയാൻ അല്ലാഹുവിന് സാധിക്കും. നിങ്ങൾ നോക്കൂ,
ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. പകലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയിൽ നിന്ന് പകലിനെ രാത്രിയിലേക്ക് ധരിപ്പിക്കുന്നു. അല്ലാഹു രാത്രി, ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ അവസ്ഥ എന്ന് പറയുന്നത് ഇരുട്ടാണ്, ളുൽമത്താണ്. ഈ ളുൽമത്തിനെ, പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളൊക്കെ ഉള്ളത്. ഏകദേശം സ്ഥലങ്ങളിലൊക്കെ, ഇപ്പോൾ രാത്രിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതാണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിന്റെ അവസ്ഥ. പ്രപഞ്ചം, ഭൂമി എന്ന ഈ ഗോളത്തിന്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ ഇപ്പോഴാണ് എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്, ളുൽമത്താണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ കൊണ്ട് ഈ ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊന്നാട അണിയിക്കുമ്പോൾ, സൂര്യനെ ധരിപ്പിക്കുമ്പോൾ നമുക്ക് വെളിച്ചം ലഭിക്കുന്നു. രാത്രിയാകുമ്പോൾ അല്ലാഹു ഈ സൂര്യനെ ഊരിയെടുക്കുന്നു. സൂര്യപ്രകാശത്തെ ഒരു വസ്ത്രത്തോട് ഉപമിച്ചാൽ പെട്ടെന്നത് മനസ്സിലാക്കാൻ സാധിക്കും. പ്രപഞ്ചത്തിന്റെ, ഭൂമിയുടെ യഥാർത്ഥ അവസ്ഥ എന്തല്ല, വെളിച്ചമുള്ള അവസ്ഥയല്ല. നിങ്ങൾ നോക്കൂ, ഒരു രാജ്യത്ത് 24 മണിക്കൂറും സൂര്യൻ കത്തിജ്വലിച്ചുകൊണ്ട് നിന്നാൽ ആ ഭാഗം കരിഞ്ഞു വെണ്ണീറായി പോകും. എന്നാൽ രാത്രി തന്നെ സൂര്യൻ വരാതെ രാത്രിയായ അവസ്ഥയിൽ നിലനിന്നാൽ തണുത്ത് ഐസായി ഉറച്ചു പോകും. മനുഷ്യന് ജീവിക്കാൻ അവിടെ സാധിക്കുകയില്ല. പക്ഷേ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൂലിജുൽ ലൈല ഫിന്നഹാരി വതൂലിജുൻ നഹാറ ഫിൽ ലൈൽ. പകലിൽ അല്ലാഹു രാത്രിയെ പ്രവേശിപ്പിക്കുകയും രാത്രിയിൽ അല്ലാഹു പകലിനെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. അതിന്റെ യഥാസമയങ്ങളിൽ നമുക്കതിൽ ഒരു റോളുമില്ല, ഒന്നും ചെയ്യാൻ സാധ്യമല്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി തന്നെയാണ്. ഈ നിഅമത്തിന് ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു രാവും പകലും മാറി മാറി വരുന്ന ഈ അനുഗ്രഹം, ഇതിന് ശുക്ർ ചെയ്യുകയാണെങ്കിൽ എത്രയാണ് ആ ശുക്റിന് കണക്കാക്കുക? ആ നിഅമത്തിന്റെ വലുപ്പം എത്രയാ കണക്കാക്കുക? അതിന് ബദലായിട്ട് ശുക്ർ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? ഇല്ല, സാധിക്കില്ല. പക്ഷേ രാവിലെ പ്രഭാതത്തിൽ ഒരു അടിമ ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞാൽ, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിന് നന്ദിയായി അൽഹംദുലില്ലാ എന്ന് പറയാണ്. അവൻ പറയണം. അതേപോലെ തന്നെ ഇശ്റാഖിന്റെ നിസ്കാരം നിസ്കരിക്കുന്നു അവൻ. രാത്രിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പകലിനെ മറിച്ച് രാത്രിയാക്കിയതിനും രാത്രിയെ മറിച്ച് പകലാക്കിയതിനും പകരം ഇവന്റെ വായിൽ നിന്ന് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹു കൃതാർത്ഥനായി, അല്ലാഹുവിന് വലിയ സന്തോഷമായി. നിങ്ങൾ നോക്ക്, ലാഭവും നഷ്ടവും വെച്ച് കണക്കൂട്ടാണെങ്കിൽ ഇവിടെ നഷ്ടം വളരെ വലിയ നഷ്ടമാണ് അല്ലേ സത്യത്തിൽ അള്ളാഹുവിന് സംഭവിക്കുന്നത്. പക്ഷേ അള്ളാഹു അവന്റെ അടിമകളോട് അനുഗ്രഹങ്ങളുടെ റഹ്മത്തുള്ളവനാണ്, കാരുണ്യവാനാണ്. അതുകൊണ്ട് തന്നെ രാത്രിയെ പകലാക്കി കഴിഞ്ഞാലും പകലിനെ രാത്രിയാക്കി കഴിഞ്ഞാലും അവന്റെ അടിമയിൽ നിന്ന് അൽഹംദുലില്ലാ എന്ന വാക്ക്, ഈ രണ്ട് വാക്ക് കേൾക്കുമ്പോൾ അത് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇഖ്ലാസോടുകൂടെ മുഖ്ലിസായി അവൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഒരു പ്രവൃത്തി അള്ളാഹു ചെയ്തതിൽ അടിമയുടെ ഭാഗത്ത് നിന്ന് വന്ന ഈ നന്ദി പ്രകടനത്തിൽ അള്ളാഹു പരിപൂർണ തൃപ്തനാണ്. പിന്നെ ഒന്നും അവന്റെയൊക്കെ ആവശ്യമില്ല ഈ ഒരു വിഷയത്തിന് വേണ്ടി. ഇതാണ് ഞാൻ പറഞ്ഞത്, അൽഹംദുലില്ലാ എന്ന ഈ രണ്ട് വേർഡ്, ഈ രണ്ട് പദങ്ങൾ, ഈ രണ്ട് കലിമത്ത് അല്ലേ, അല്ലെങ്കിൽ ഈ രണ്ട് വാക്കുകൾ, ഹംദ് അല്ലാഹ് എന്നീ രണ്ട് വാക്കുകൾ മാത്രമാണ്. ഒരു പ്രയാസവും ഇത് ഉച്ചരിക്കാൻ ഒരാൾക്കുമില്ല. പക്ഷേ ഇത് വലിയ സംഗതിയാണ്. ഏത് നിഅമത്തുകൾക്കും ഈ വാക്ക് ഉപയോഗിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വലിയ ഇഷ്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമ നന്ദി പ്രകടിപ്പിക്കുമ്പോഴോ അല്ലാഹു ചെയ്ത നിഅമത്തിന് ബദലായി ശുക്രായി അവന്റെ അടിമ നന്ദി പ്രകടനമായി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ആ പറഞ്ഞതിന് അല്ലാഹു അവന് കൂലിയും കൊടുക്കും. അതാണ് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ വിശാലത എന്ന് പറഞ്ഞത്.
നിഅമത്ത് അള്ളാഹുവിൽ നിന്നുണ്ടായത് കൊണ്ടാണ് അടിമ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത്. പക്ഷെ ആ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതിന് വീണ്ടും അവന്റെ ഭാഗത്ത് നിന്നും പ്രതിഫലം നൽകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ശാകിരീങ്ങളിൽ നമ്മയും അഹ്ലുകാരെയും ഉൾപ്പെടുത്തട്ടെ. നിഅമത്തുകളെ വകവെക്കാതെ തിരിഞ്ഞു കളയുകയും നന്ദികേട് കാണിക്കുകയും ചെയ്യുന്ന കുഫറിൽ നിന്ന് അള്ളാഹു നമ്മയും അഹ്ലുകാരെയും കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് പറഞ്ഞയച്ച സന്ദർഭത്തിൽ ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിനേക്ക് തൗബ ചെയ്യാൻ വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിന് ഒരു കലിമത്ത് പഠിപ്പിച്ചു കൊടുത്തു. രാവിലെയും വൈകുന്നേരവും ദിവസവും 3 പ്രാവശ്യം ഈ കലിമത്ത് പറയണം. എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കുന്നവനും ആദം നബി അലൈഹിസ്സലാമിന്റെ പശ്ചാത്താപം സ്വീകരിക്കുമെന്ന് അള്ളാഹു ആദം നബി അലൈഹിസ്സലാമിന് അറിയിച്ചു കൊടുത്തു. എന്തായിരുന്നു കലിമത്ത്? അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹ. നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള, എപ്പോഴും പറയാറുള്ള ഒരു വാക്കാണ് അല്ലേ? ഒരു ഉസ്താദ് ദുആ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ തുടങ്ങുക, അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹ. ഇതാർക്കും പറയാം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സഹോദരിമാർ, ഈ ഒരു വാക്ക് പഠിച്ചു വെച്ചു. വളരെ സിമ്പിൾ അല്ലേ? അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹ. നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത നിഅമത്തുകൾക്ക് പൂർത്തിയാകുന്ന രീതിയിലുള്ള സ്തുതി. ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത നിഅമത്തിന് പരിപൂർണമായ നിലക്കുള്ള സ്തുതി. അതേ നമുക്ക് വാക്കുകൊണ്ടേ പറയാൻ കഴിയുള്ളൂ. അല്ലാതെ അല്ലാഹു തആല ചെയ്ത നിഅമത്തിന് നമ്മൾ തിരിച്ച് ശുക്ർ ചെയ്യാൻ, ആ നിഅമത്തിനെ പോലെ അത്ര വലുപ്പത്തിലുള്ള ഒരു ശുക്ർ തിരിച്ചു കൊടുക്കാൻ നമ്മൾ പ്രാപ്തരല്ല. നമുക്ക് ആ വിഷയത്തിൽ നമ്മൾ പരാജിതരാണ്. നമുക്കതിന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? ഈ ഒരു അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ, അവൻ നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ, എന്തൊക്കെ നിഅമത്തുകളുണ്ടോ അനുഗ്രഹങ്ങളുണ്ടോ അതിനെ പകരം പൂർത്തിയാകുന്ന രീതിയിലുള്ള ശുക്ർ, സ്തുതി അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. ഇത് ഒരു അടിമയിൽ നിന്നുണ്ടാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷിക്കുന്നു. ഇന്നല്ലാഹ അസ്സ വജല്ല യുഹിബ്ബു അൻ യുഹ്മദ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സ്തുതിക്കപ്പെടുന്നതിനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഓരോ ഭാഗത്തു നിന്നും അടിമകളിൽ നിന്നും ഹംദ് ഉണ്ടാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. ഇതാണ് ഈ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത്. ഈ അൽഹംദുലില്ലക്ക് പകരമായിട്ടാണ് ഒരാൾ നമ്മളോട് വിശേഷം എന്താണ് എന്ന് ചോദിച്ചാൽ ഉടനെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്ത്? അങ്ങനെ തട്ടിയൊപ്പിച്ചൊക്കെ പോണ്. എന്ത് തട്ടിയൊപ്പിച്ചു പോണ്? നന്ദി കെട്ടവൻ അല്ലേ? നന്ദി കെട്ട വാക്കല്ലേ അത്? നിങ്ങൾക്ക് പിന്നെ ഇതിന്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ടോ? നമ്മളോടൊരാള് റാഹത്തല്ലേ, ജോലി എങ്ങനെയുണ്ട്, അൽഹംദുലില്ലാ, ഇത് പറയാൻ വല്ല മുടക്കമുണ്ടോ? പറയില്ല. അത് പറയാതെ ഈ ഉള്ള പായത്തിന്റെ കെട്ട് മുഴുവൻ അഴിച്ചു വെക്കും. എന്തൊക്കെ നിഅമത്ത് അല്ലാഹു തആല നമുക്ക് തന്നു അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് സത്യത്തിൽ മനുഷ്യന്റെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റവും സംസാരവും ഉണ്ടാവുന്നത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യൻ പൊതുവെ ആ ഒരു സ്വഭാവക്കാരനാണ്. സാധാരണ ഒരു കഥ പറയാറുണ്ട്. തിരക്ക് പിടിച്ച വാഹനത്തിൽ ഒരാൾ കയറുകയാണ്. നല്ല തിരക്കുള്ളൊരു ബസ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് മനസ്സിലാവും. ഇവിടെ ഇപ്പൊ ദുബൈയിലൊന്നും ഇപ്പൊ അങ്ങനെ തിരക്കുള്ള ബസ് എന്ന് പറഞ്ഞാൽ ബസ്സിൽ തിരക്കോന്ന് ചോദിക്കും. നമ്മുടെ നാട്ടില് ബസ്സിലെ തിരക്ക് എന്ന് പറഞ്ഞാൽ വേറെ അറിയും. കാരണം എന്താ? നമ്മുടെ നാട്ടില് ബസ്സിൽ കയറുന്ന ആളുകൾക്ക് പെരുവിരൽ വെക്കാനുള്ള സ്ഥലം ഉണ്ടോ എന്നാ ഓനാ ബസ്സിൽ കയറും. നമ്മുടെ നാട്ടിലെ കണ്ടീഷൻ അതാണ് അല്ലേ? പെരുവിരൽ വെക്കാൻ ഒരു സ്ഥലം കിട്ടില്ല. ബാക്കിലെ കോണിമിലെങ്കിലും സ്ഥലം കിട്ടിയാൽ മതി. എന്നാ ഓനാ ബസ്സിൽ കയറും. മനുഷ്യന്റെ തള്ളൽ കൊണ്ട്, തിരക്ക് കൊണ്ട് ഡോറ് പോലും അടക്കാൻ കഴിയാതെ ഡോറ് തുറന്ന് പിടിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള ബസ് വരിക.
എത്തി എന്നുള്ള കോലത്തിലാണ് ഡ്രൈവറെ പോക്ക്. എത്തിയെങ്കിൽ ഇറങ്ങാന്ന് കരുതിയിട്ടാണ് യാത്രക്കാരെ കയറുള്ളൂ. എന്നാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ ബസ് സർവീസ് എന്ന് പറഞ്ഞത്. പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ഒരാൾ തിരക്ക് പിടിച്ച ബസ്സിൽ കയറിയാൽ അയാൾ ഡോറിന്റെ ഭാഗത്ത് അയാൾക്ക് വളരെ പ്രയാസപ്പെട്ട് നിൽക്കാൻ സാധിച്ചു. അങ്ങനെ കുറച്ചു കഴിഞ്ഞു അടുത്ത സ്റ്റോപ്പിൽ അയാളുടെ മുകളിലെ ഭാഗത്ത് ഒരാൾ ഇറങ്ങി. അപ്പൊ അയാൾ ഒരു സ്റ്റെപ്പ് മുകളിൽ കയറി. അപ്പൊ ഇയാൾ എന്താ ചിന്തിക്കുക? അൽഹംദുലില്ലാ എന്ന് ഇയാൾ പറയോ? ഇല്ല. അൽഹംദുലില്ലാ, ഞാൻ ആ റോഡിലും അല്ല ബസ്സിലും അല്ലാത്ത രീതിയിലായിരുന്നു ഇതുവരെ നിന്നിരുന്നത്. ഇപ്പോ അൽഹംദുലില്ലാ ഞാനേതായാലും ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് കയറിയാലോ അൽഹംദുലില്ലാ പറയില്ല മനുഷ്യൻ. അവൻ പറയില്ല. അവന്റെ കണ്ണു മുഖം അപ്പോഴും ഇഞ്ചി കടിച്ച കുരങ്ങിനെ പോലെ ആയിരിക്കും. എന്തിന്? അവന്റെ മേലത്തെ സ്റ്റെപ്പിൽ നിൽക്കുന്ന ആളോടാണ് ഇവന്റെ സകല ദേഷ്യവും. ആ ഹംക്കൊന്നുകൊണ്ട് ഇറങ്ങി കിട്ടിയാൽ എനിക്കാണ് കയറേനിന്ന. അവന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള വിധേയത്വവും കിട്ടിയ നിയമത്തിനുള്ള ശുക്രുവല്ല. പിന്നെ അപ്പോഴും മേപ്പെട്ടാണ് അവന്റെ കണ്ണ്. എല്ലാം കഴിഞ്ഞ് അവൻ ഫ്ളാറ്റിൽ പോലെ എത്തിയാലും സീറ്റ് വരെ കിട്ടിയാലും അരൂലിരിക്കണ പഹയനൊന്നുണ്ട് എണീറ്റ് കിട്ടിയാൽ എനിക്ക് അങ്ങോട്ട് ഇരിക്കേനി. അപ്പൊ പുറലോകം കണ്ടിങ്ങനെ ഇരിക്കുന്നേരോ കാറ്റും കൊണ്ട്. ഇതാ ചിന്ത. അവിടെ സീറ്റ് കിട്ടിയാലോ ഈ ചെങ്ങായി ഡ്രൈവർ എന്താന്ന് പെട്ടെന്ന് വണ്ടി പെട്ടെന്ന് വിടാത്തത്, എത്ര സമയമായി കയറുമെന്ന് വേണ്ട എത്തി കിട്ടിയെങ്കിൽ ആയി. പിന്നെ ഇങ്ങനെ ഈ ആഗ്രഹങ്ങളുടെ പിന്നാലെയും അത്യാർത്ഥിയുടെ പിന്നാലെയുമാണ് സത്യത്തിൽ മനുഷ്യന്റെ നെട്ടോട്ടം. ഒരിക്കലും മനുഷ്യൻ കിട്ടിയ നിഅമത്തുകളെ കുറിച്ച് ആലോചിക്കുകയും അതിന്റെ വലുപ്പത്തെക്കുറിച്ച് അതിന്റെ ഗൗരവത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിന്റെ പേരിൽ ഈ അനുഗ്രഹം ചെയ്തവന് ശുക്ർ ചെയ്യുകയും ചെയ്യുന്നില്ല. ഓരോരുത്തരുടെയും സ്ഥിതി ഇതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹംദ് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക. എപ്പോഴും അൽഹംദുലില്ലാ, എന്ത് നിഅമത്ത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കിട്ടിയ നിഅമത്തുകളൊക്കെ അല്ലാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ച് വലിയ പുണ്യമാണ്. ഇനി ഞാൻ വേറൊരു ഹദീസ് പറഞ്ഞുതരാം. ഈ ഹദീസ് കേട്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾ അൽഹംദുലില്ലാ ചൊല്ലും. കാരണം എന്താണെന്നറിയോ? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയതിനേക്കാണ് കൂടുതൽ അൽഹംദുലില്ലാ ചൊല്ലാനൊരു ആവേശം ഇനി ഞാൻ പറയുന്ന ഹദീസ് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവും. ആ ഹദീസ് നന്നായിട്ട് കേട്ടോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിആയ ഇൽമും ഈമാനും തഖ്വയും കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ പ്രകാശിപ്പിക്കട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ്, ഹംദുല്ലാഹി അമാനുൽ ലിന്നിഅമതി മിൻ സവാലിഹാ. ഹംദുല്ലാഹി അല്ലാഹുവിനെ സ്തുതിക്കൽ, അല്ലാഹുവിനുള്ള സ്തുതി അൽഹംദുലില്ലാ എന്ന് പറയൽ. അമാനുൽ ലിന്നിഅമതി മിൻ സവാലിഹാ, അമാനുൽ ലിന്നിഅമതി അനുഗ്രഹങ്ങൾക്കുള്ള സെക്യൂരിറ്റിയാണ്. മിൻ സവാലിഹാ, ആ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കാനുള്ള സെക്യൂരിറ്റിയാണെന്ത്? ഹംദ്. ഇപ്പൊ നിങ്ങൾക്കൊക്കെ എന്നാ പിന്നെ ഹംദ് ചൊല്ലാന്നുള്ളതായി. കാരണം എന്താ? ഇത് നമുക്ക് ലാഭമുള്ള പരിപാടിയാണ്. കിട്ടിയത് നഷ്ടപ്പെടൂലല്ലോ. ലാഭവും നഷ്ടവും നോക്കിയിട്ടാണ് മനുഷ്യന്മാരെല്ലാം നോക്കുക, അല്ലേ? സ്വന്തം വാപ്പാക്കും ഉമ്മാക്കും ചെലവിന് കൊടുക്കുമ്പോൾ പോലും ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും കണക്ക് നന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്തതിന്റെ ശേഷം തന്നെ നാട്ടിലേക്ക് ഒരു ഉറുപ്പ്യന് വിടുള്ളൂ. ഈ തള്ള അല്ലെങ്കിൽ ഈ ഉമ്മ അല്ലെങ്കിൽ ഈ അമ്മ ഇവന് വേണ്ടിയിട്ട് ചെയ്ത ത്യാഗങ്ങളും അവരുടെ ഭാഗത്തു നിന്ന് കിട്ടിയ കഷ്ടപ്പാടുകളും അനുഗ്രഹങ്ങളും അതൊന്നും ഇവന്റെ മനസ്സിലില്ലേ ഇല്ല. അതിനൊന്നും 10 പൈസ അവർ തിരിച്ചു ചോദിച്ചിട്ടുമില്ല. എന്നാലും ഉമ്മ ഒരു അടുത്ത മാസം പൈസ അയക്കുമ്പോ എനിക്ക് ഇത്ര ഉറുപ്പ്യ വേണട്ട കുട്ടിയെ എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് ഇപ്പൊ എന്തിനാ അത്ര പൈസ? ഉമ്മാക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ കൊടുക്കണില്ലേ? പിന്നെ ഉമ്മാക്ക് ഇപ്പൊ ചോറും കഞ്ഞിയല്ല, അതിപ്പോ ഞാൻ പേരേക്ക് പൈസ അയച്ചു കൊടുക്കണില്ലേ? അങ്ങോട്ട് കണക്ക് കൂട്ടിയിട്ട് തൽക്കാലം ഓന്റെ അവസാന തീരുമാനം ഉമ്മാക്ക് ഇപ്പൊ തൽക്കാലം പൈസന്റെ ആവശ്യമില്ലാന്നാ. മനസ്സിലായോ? ഇങ്ങനെ ലാഭവും നഷ്ടവും മാതാപിതാക്കൾക്ക് ചെലവിന് കൊടുക്കുന്നിടത്ത് പോലും ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും കണക്ക് കൂട്ടുന്നവരാണ് മനുഷ്യർ. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് കേട്ടാൽ ഏത് ലാഭവും നഷ്ടവും കണക്ക് കൂട്ടണമെങ്കിലും ഹംദ് ചൊല്ലാനാ തോന്നുക. കാരണം എന്താ? അതുപോലെ ലാഭമുള്ള പരിപാടിയാണ്. എന്താ ലാഭം? ഹംദുല്ലാഹി അമാനുൽ ലിന്നിഅമതി മിൻ സവാലിഹാ.
അള്ളാഹുവിനെ സ്തുതിക്കൽ അവന്റെ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോവാതിരിക്കുവാനുള്ള സെക്യൂരിറ്റിയാണ് എന്ന്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അല്ലേ? സൂറത്തു ഇബ്രാഹിം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, وَإِذْ تَأَذَّنَ رَبُّكُمْ لَئِن شَكَرْتُمْ لَأَزِيدَنَّكُمْ وَلَئِن كَفَرْتُمْ إِنَّ عَذَابِي لَشَدِيدٌ وَإِذْ تَأَذَّنَ رَبُّكُمْ لَئِن شَكَرْتُمْ لَأَزِيدَنَّكُمْ وَلَئِن كَفَرْتُمْ إِنَّ عَذَابِي لَشَدِيدٌ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രഖ്യാപനമാണ്. ഇവിടെ എന്താണ് അല്ലാഹുവിന്റെ പ്രഖ്യാപനം? ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ ശുക്ർ ചെയ്താൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുന്നതാണ്. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ ശുക്ർ ചെയ്താൽ, നന്ദി കാണിച്ചാൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് എന്റെ അനുഗ്രഹങ്ങളെ വർദ്ധിപ്പിച്ചു തരുന്നതാണ്. വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, എന്നാൽ നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ അതികഠോരമായിരിക്കും എന്ന് നിങ്ങളുടെ രക്ഷിതാവ് പ്രഖ്യാപിച്ച സന്ദർഭം എന്നാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ അവന്റെ അടിമകൾക്ക് വർഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിമ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ? കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുക, അൽഹംദുലില്ലാഹ് എന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ അത് അവൻ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് അധികമായി അനുഗ്രഹങ്ങൾ കൊടുക്കും, നിഅമത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഹംദുല്ലാഹി അമാനുൽ ലിന്നിഅമതി മിൻ സവാലിഹാ, ലഭിച്ച അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോവാതിരിക്കുവാനുള്ള സെക്യൂരിറ്റിയാണ് ഹംദ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായിട്ട് നമുക്ക് വലിയ ഭദ്രത തന്നു. നാട്ടിൽ തെക്ക് വടക്ക് നടക്കുന്നിടത്ത് ആരോ ഒരാള് ഒരു വിസ വേറൊരാൾക്ക് അയച്ചത് എങ്ങനെയോ അറിയാതെ നമ്മളെ കയ്യിൽ തടഞ്ഞ് നമ്മൾ ഗൾഫിലെത്തി. ഇവിടെ നമ്മൾ വന്നപ്പോ ക്ലീനിങ് ആയിരുന്നു ജോലി, അടിച്ചുവാരുന്ന ജോലിയായിരുന്നു. അങ്ങനെ അടിച്ചുവായും കൊണ്ട് നടക്കുന്നതിന്റെ ഇടയിൽ മുദീറിന് നമ്മളെ ചേരും കോലൊക്കെ കൂടെ കണ്ടപ്പോ നമ്മളോടൊരു സഹതാപം. അപ്പൊ നമ്മളെ ബോസ് നമ്മളെന്ത് ചെയ്തു, എന്നാ പിന്നെ നിങ്ങള് അടിച്ചു വാരുന്ന പണി നിർത്തിയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് ഇരുന്നോളി എന്ന് പറഞ്ഞിട്ട് അതിനേക്കാൾ കുറച്ചൊരു മെച്ചപ്പെട്ട ഒരു ചെറിയൊരു പദവിയിലേക്ക് അയാളെ ഇരുത്തി. അയാളെ ഇരുത്തി കഴിഞ്ഞാൽ ആ മനുഷ്യൻ, അയാള് അൽഹംദുലില്ലാ, ഞാൻ വളരെ പ്രയാസപ്പെട്ടൊരവസ്ഥയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിഅമത്ത് തന്നു, എനിക്ക് മെച്ചപ്പെട്ട ഒരു ജോലിയിലേക്ക് അല്ലാഹു എന്നെ എത്തിച്ചു തന്നു, അൽഹംദുലില്ലാ എന്ന് അയാൾ പറഞ്ഞാൽ അല്ലാഹു തആല അയാൾക്ക് വീണ്ടും കയറ്റം കൊടുക്കും. അത് പറയില്ല. നേരെന്താ ചെയ്യ, അവൻ ക്ലീനിങ് ജോലിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി ക്യാബിനിലിരുത്തിയാൽ തൊട്ടപ്പുറത്തെ ക്യാബിനിലിരിക്കുന്ന സഹപ്രവർത്തകന്റെ മുഖത്തോക്കി പറയാ, കോളറും കുലുക്കിയിട്ട്, കണ്ടില്ലേ നിങ്ങൾക്കല്ല എന്നെ മനസ്സിലാകാത്ത, ബോസിന് എന്നെ മനസ്സിലായി, ബോസിനറിയാ ഞാൻ അടിച്ചു വാരേണ്ട ആളൊന്നും അല്ല, ഇനി അധികം കളിക്കാൻ നിൽക്കണ്ട, നാളെ എന്റെ സീറ്റിൽ ഞാനാ, വലിയ വിടല് വിടുക. കിട്ടിയ നിഅമത്തിനുള്ള ശുക്റല്ല, ഉള്ളിയിൽ വെച്ചിട്ട് അഹങ്കരിക്കുകയാണ് മനുഷ്യന്റെ സ്വഭാവം. ഇതാണ് മനുഷ്യന്മാരുടെ സ്വഭാവം. നിങ്ങൾക്കിപ്പോ ഞാൻ പറഞ്ഞ അത്ര ദഹിക്കുന്നുണ്ടാവില്ല. കാരണം എന്താ അറിയോ, നിങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ലാത്തോണ്ടാ. അല്ല, എന്നാ പിന്നെ കുഴപ്പമില്ല. ഈ ശബ്ദം കേൾക്കുന്ന ഒരാളും ഞാൻ ആ രണ്ടാമത് പറഞ്ഞ വകുപ്പിൽപ്പെട്ട ആൾക്കാരല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞത് അത്ര ദഹിക്കാത്തത്. പക്ഷേ അങ്ങനെയും കുറച്ച് ആൾക്കാരുണ്ട്. ഇത് കേൾക്കാത്ത കുറെ ആൾക്കാർ കൂട്ടിക്കൂടി. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന സമയത്ത് അനുഗ്രഹങ്ങളുടെ വലിപ്പത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് പകരം ഉള്ള അനുഗ്രഹം ലഭിച്ചതിൽ നിന്ന് അതിൽ വലുതാവുകയും അഹങ്കരിക്കുകയുമാണ് മനുഷ്യന്റെ സ്വഭാവം. അത് ചെയ്യരുത്. അല്ലാഹു തആല കാത്തുരക്ഷി. അതിന് പകരം
ചെറിയ ഒരു ജോലിയിൽ ചെറിയൊരു മസിയത്ത്, ചെറിയൊരു കയറ്റം കിട്ടുമ്പോൾ എന്ത് ചെയ്യാ? അൽഹംദുലില്ലാഹ്. അപ്പൊ അല്ലാഹു തആല അവന് കുറച്ചും കൂടി കയറ്റം കൊടുക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ വലിയ വർത്താനം പറയാനും പോകരുത്. അൽഹംദുലില്ലാഹ് എന്ന് ഇഖ്ലാസോടുകൂടി പറയാന്ന് പറഞ്ഞാൽ ആ ഹംദും ശുക്റും അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അതാണ്. അപ്പോൾ അവന് തവാളുഉം താഴ്മയുണ്ടാവും. ഹംദും ശുക്റും കൽബിലുണ്ടെങ്കിൽ അവന്റെ കൽബിൽ തവാളുഉം കൂടി ഉണ്ടാവും. തവാളുഉള്ള കൽബിലെ ഹംദും ശുക്റും ഒക്കെ നിൽക്കുള്ളൂ. ഇല്ലാത്ത കിബർ കിടക്കുന്ന കൽബിൽ ഇതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മുതക്കബ്ബിരീങ്ങൾ ഖർദൽ അല്ലെ, പിന്നെ ഒരു അണുമണി തൂക്കം കിബർ ഹൃദയത്തിലുള്ളവന് സ്വർഗത്തിന്റെ വഴി കാണൂല, നരകത്തേക്ക് കിടക്കേണ്ടിയിരുന്നു പറയാനുള്ള കാരണം എന്താ? കിബർ ഹൃദയത്തിലുള്ളവന്റെ ഹൃദയത്തിൽ ഖുശൂഅോ തവാളുഅോ ഒന്നും ഉണ്ടാവില്ല. അവിടെ ശുക്റും ഹംദും ഒന്നും ഉണ്ടാവില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. കിബറിനെ തൊട്ട് അല്ലാഹു നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കട്ടെ, പരിശുദ്ധമാക്കട്ടെ. അപ്പോ കിട്ടിയ നിഅമത്തിൽ ഹംദ് പറഞ്ഞാൽ, അല്ലാഹുവിനെ സ്തുതിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് അവന്റെ നിഅമത്തിൽ വീണ്ടും അധിക വർധനവ് കൊടുക്കും. വീണ്ടും വീണ്ടും നിഅമത്തിനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് നിഅമത്ത്. അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുന്നവന് വീണ്ടും വീണ്ടും നിഅമത്ത്. ഇത് ഖുർആനിൽ നസ്സാണ്. ഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹങ്ങളെ വർദ്ധിപ്പിച്ചു തരുന്നതാണ്. നമ്മൾ ചെയ്യേണ്ട ശുക്ർ എന്താ? അല്ലാഹുക്ക് വഴിപ്പെടുക. എങ്ങനെ? അൽഹംദുലില്ലാഹ്, കിട്ടിയ നിഅമത്ത് അൽഹംദുലില്ലാഹ്. നിഅമത്തുകൾ നമ്മൾ ചില ആളുകൾ പറയും, വളരെ ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് സമ്പന്നതയുടെ കൊടുമുടിയിലേക്ക് ഉയർന്നു വന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അത്തരത്തിലുള്ള നിഅമത്ത് കൊടുത്താൽ അവൻ എന്താ പറയാ? എന്തെങ്കിലും ഒരു കാര്യത്തിന് അവന് സമീപിച്ചാൽ എന്താ പറയാ? എന്റെ കയ്യിൽ 4 ചക്രണ്ട് എന്ന് കരുതിയിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ഇതിങ്ങനെ വെരണീന് ഓരിച്ചു കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല. ഇതേ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. പള്ളിക്കോ മദ്രസക്കോ അല്ലെങ്കിൽ ഒരു യതീംകുട്ടികളുടെ കാര്യത്തിനോ, അതല്ല എങ്കിൽ ഒരു നല്ല കാര്യത്തിനോ സ്വതക്കയോ അവനോട് ചോദിച്ചാൽ അവന്റെ മറുപടി അതേക്കാരം, ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ്. എന്ത് കഷ്ടപ്പാട്? കഷ്ടപ്പെട്ടവർക്കൊക്കെ കൂടെ സമ്പത്ത് ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. ഓൻ വലിയ തന്റേടിയാണ്. എന്താ? ഓൻ വലിയ തന്റേടിയാണ്. ഓന്റെ തന്റേടം കൊണ്ടാണ് ഓൻ ആ നിലയിലെത്തിയത്. ഓൻ ഒരു തന്റേടമല്ല. ഓന്റെ തന്റേടം കൊണ്ടും അല്ല ഓൻ ഒരു നിലയിൽ എത്തിയത്. ഏറ്റവും വലിയ തന്റേടി ആ സാമ്പത്തികമായി ദുനിയാവിൽ വളർന്ന ആളല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റേടം കൊണ്ടല്ല, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്ത അനുഗ്രഹമാണ്. അല്ലാഹുവിന്റെ ഇറാദത്ത് അല്ലാതെ ഒന്നുമല്ല. അല്ലാഹുവിന്റെ ഇറാദത്തില്ലാതെ ഒന്നും നടക്കണില്ലല്ലോ. ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു ഉദാഹരണം പറയാം. അള്ളാഹുവിന്റെ നമ്മുടെ കാര്യങ്ങളിലൊന്നും നമുക്കൊരു പങ്കുമില്ല. നമ്മൾ ഒന്നും ചെയ്യണില്ല. നമ്മൾ ഒരുപാട് കാരണങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ നിശ്ചയിച്ച കാരണങ്ങളൊക്കെ എന്തിനു വേണ്ടിയുള്ളതാണ്? അത് നമുക്ക് പിരാന്താകാതൊക്കെ ഉള്ളതാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. അള്ളാഹു തആല ഒരുപാട് കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് പല കാര്യങ്ങൾക്കും, അല്ലെ? ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, ലോകത്തിന്റെ വിവിധ കോണുകളിലിരുന്ന് എന്റെ സംസാരം നിങ്ങൾ ശ്രവിക്കുന്നു. അതിനെനിക്ക് ഇന്റർനെറ്റ് വേണം, ഒരു കമ്പ്യൂട്ടർ വേണം, കമ്പ്യൂട്ടർ മൈക്കുള്ള കമ്പ്യൂട്ടർ ആവണം. ഇതൊക്കെ അതിനുള്ള കാരണങ്ങളാണ്. സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ഒരു കമ്പ്യൂട്ടറിന്റെ ഒരു ഇന്റർനെറ്റിന്റെയോ ഒന്നും ആവശ്യമുണ്ടോ? ഇല്ല. അതിന് ഉദാഹരണം ഞാൻ പറയാതെ തന്നെ ഇപ്പൊ നിങ്ങളെ മനസ്സിൽ വരുന്നുണ്ടാവും, അല്ലേ? യാ സാരിയ അൽ ജബൽ. അല്ലാഹു തആല കേൾപ്പിക്കാൻ ഉദ്ദേശിച്ചു, അവർ കേട്ടു. ഒരു ഇന്റർനെറ്റും വേണ്ട. അപ്പോ ഇന്റർനെറ്റും പിന്നെ പരസ്പരം കേൾവി എത്തുന്ന പരിധിയും അതേപോലെ തന്നെ ഒരു മൈക്കുള്ള കമ്പ്യൂട്ടറും ഇതൊക്കെ വെറും കാരണങ്ങൾ മാത്രമാണ്. അതെന്തിനാ കാരണമാക്കിയത്? അല്ലാഹു തആല നമുക്ക് പിരാന്താകാതെക്കാൻ വേണ്ടി. കാരണം എന്താ അറിയോ? നമുക്ക് ഇവിടെ നിന്നാ മതി. ഞാൻ പറയുന്നത് ഇപ്പൊ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ ഇരുന്ന് നിങ്ങൾ കേൾക്കുന്നു. ഓക്കെ, എനിക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്, നിങ്ങൾക്കും ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്. അപ്പൊ എന്റെ ലാപ്ടോപ്പിന് നല്ല മൈക്കുണ്ട്, നിങ്ങൾക്കും നിങ്ങളുടെ ലാപ്ടോപ്പിന് സ്പീക്കറും ഉണ്ട്. അതുകൊണ്ട് കേൾക്കുന്നു. ഫലാസ്, അവിടെ നിന്നാ മതി, നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നേരെ മറിച്ച് ഈ കാരണങ്ങളൊന്നും ഇല്ലാതെ ഞാൻ പറയാൻ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ എന്താണ് കുറച്ചോനെ ഇങ്ങനെ ഇതിന്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ച് തേടി പിടിച്ച് പോയി മനുഷ്യന് പിരാന്താവൂലേ? അതാണ്. ഇനി ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം.
മനുഷ്യൻ ജന്മമെടുക്കാൻ എന്തൊക്കെ ഘടകങ്ങൾ ആവശ്യമാണ്? ഒരു കുഞ്ഞ് പിറക്കാൻ എന്തൊക്കെ ഘടകങ്ങൾ ആവശ്യമാണ്? ആദ്യം എന്തു വേണം? ഒരു പുരുഷൻ വേണം. ഒരു പുരുഷൻ വേണം, അല്ലേ? പിന്നെ ഒരു സ്ത്രീ വേണം, അല്ലേ? ഒരു പുരുഷനും വേണം, ഒരു സ്ത്രീയും വേണം. എന്നാ ഒരു കുട്ടി ഉണ്ടാവും, അല്ലേ? ഇല്ല. ഒരു പുരുഷൻ ഒരു സ്ത്രീ, ഒരു പുരുഷനും ഒരു സ്ത്രീയും ഉണ്ടായാൽ കുട്ടി ഉണ്ടാവുന്നതാണോ ചില ആൾക്കാരൊക്കെ എസ്സരിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും കുട്ടി ഉണ്ടാവില്ല. അങ്ങനെ എത്ര പുരുഷന്മാരും സ്ത്രീകളുണ്ട്, അതുകൊണ്ട് കുട്ടി ഉണ്ടാവുമോ? ഇല്ല. പുരുഷൻ ഒരു ലോകത്തും സ്ത്രീ ഒരു ലോകത്തും ആയാൽ എങ്ങനെ കുട്ടി ഉണ്ടാവുമോ? ഇല്ല. പിന്നെ അവർ തമ്മിൽ ബന്ധപ്പെടൽ നടക്കണം, അവർ തമ്മിൽ സംയോഗം നടക്കണം, അവർ തമ്മിൽ സംയോഗം നടക്കണം. അപ്പോ ഒരു പുരുഷൻ ഒരു സ്ത്രീ അവർ തമ്മിലുള്ള സംയോഗം, ഇതുണ്ടാകുമ്പോൾ ഒരു കുട്ടി ഉണ്ടാകുന്നു. സാധ്യതയുണ്ട്, അല്ലേ? ഉണ്ടാവാത്തവരുണ്ടാവാം, പക്ഷെ സാധ്യത ഉണ്ട്. ഇതില്ലെങ്കിൽ എന്തായാലും ഒരു കുട്ടി ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല. ഇത് നമുക്ക് ഉറപ്പാ. പക്ഷേ ഒരു കുട്ടി ഉണ്ടാവാനുള്ള സാധ്യത ഇതൊക്കെയാണ്. ഇതൊക്കെ കാരണങ്ങളാണ്. ഇനി ഞാൻ നിങ്ങൾക്കൊരു സംഭവം പറഞ്ഞിടാം. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമിന്റെ പിതാവാരാ? ഹവ്വാ ഉമ്മ ബീവി റളിയല്ലാഹു അൻഹ. ആരാ ഹവ്വാ ബീവിന്റെ മാതാവ് അല്ലെങ്കിൽ പിതാവ്? ഇല്ല. ആദം നബി അലൈഹിസ്സലാമിന് ഉപ്പയുമില്ല, ഉമ്മയുമില്ല. അപ്പോൾ ഒരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയും പരസ്പര ബന്ധപ്പെടലും ഒന്നുമില്ലാതെ തന്നെ അല്ലാഹു തആല ഒരു മനുഷ്യന് ജന്മം നൽകി. എന്താ ഇതിനർത്ഥം? സ്ത്രീയും പുരുഷനും ബന്ധപ്പെടലൊക്കെ അതൊക്കെ വെറും ഒരു കാരണങ്ങൾ മാത്രമാണ്. പിന്നെ യഥാർത്ഥത്തിലുള്ള കാര്യം എന്താണ്? അത് അള്ളാഹുവിന്റെ ഇറാദത്താണ്. ഇതാണ് നിഅമത്തിന്റെ വകുപ്പ്. നമ്മളെ അധ്വാനം നമ്മളെ തന്റെ ഇടമൊന്നുമല്ല, പിന്നെ അള്ളാഹുവിന്റെ ഇറാദത്താണ്. അതേപോലെ തന്നെ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ മാതാവില്ലാതെ ജനിച്ച ആളാണ്. എന്നാൽ ഒരു പുരുഷന്റെ സ്പർശനമുണ്ട്, ഒരു പുരുഷനുമായൊരു ടച്ച് ഉണ്ട്, അല്ലെ? ആദം നബി അലൈഹിസ്സലാമിൽ നിന്നാണ് ഹവ്വാ ബീവിയെ അള്ളാഹു ജനിപ്പിക്കുന്നത്. ഇവിടെയും വലിയൊരു അത്ഭുതമുണ്ട്. നിങ്ങൾ നോക്ക്, ഒരു സ്ത്രീയുടെ സഹായവും സാന്നിധ്യവും ഇല്ലാതെ ഒരൊറ്റ പുരുഷനിൽ നിന്ന് മാത്രമാണ് ഒരു മനുഷ്യന് ജന്മം. അപ്പൊ പിന്നെന്താ? അത് ആദ്യ മനുഷ്യന്മാരായതുകൊണ്ടാണ്. എന്നാ അങ്ങനെയാണെങ്കിൽ ഈസ നബി അലൈഹിസ്സലാം പുരുഷന്റെ സഹായമല്ല, വെറും ഒരു സ്ത്രീയിൽ മാത്രം. പുരുഷന്റെ സാന്നിധ്യം ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ രീതിയിലാണ് കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചു എന്നതാണ് ഒരു കാര്യം ഉണ്ടാവുക എന്നതിന്റെ ഘടകം. അല്ലാതെ കാര്യവും കാരണവും അതൊക്കെ സബബ് അസ്ബാബുകളൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ വെറും നമ്മൾക്ക് നമ്മൾ ഈ ഒരു സന്തുലിതാവസ്ഥ തകരാതിരിക്കാനുള്ള ഒരു തരം അള്ളാഹുവിന്റെ ഹിക്മത്ത് മാത്രമാണ്. അല്ലാതെ അള്ളാഹു തആലാന്റെ ഇറാദത്തില്ലാതെ ഒന്നും നടക്കണില്ല. ഇതാണ് സത്യം. അതാണല്ലോ സത്യം. നിങ്ങൾ നോക്ക്, ഇത് മനസ്സിലാക്കിയ ഒരാൾ അവൻ ഏതവസ്ഥയിലേക്ക് എത്തിയാലും എന്റെ അധ്വാനം, എന്റെ ശ്രമം, എന്റെ ബുദ്ധി, എന്റെ കഴിവ് എന്നൊരാൾ പറയില്ല. പിന്നെ അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഇറാദത്ത് മാത്രം, അല്ലാഹുവിന്റെ ഇറാദത്ത് മാത്രം, അല്ലാഹുവിന്റെ ഇതിനും അവന്റെ ഇറാദത്തുമല്ലാതെ ഒന്നുമില്ല. ഇതൊരു മനുഷ്യനിൽ ബോധ്യമുണ്ടാകുമ്പോഴാണ് അവനിൽ നിന്ന് ശുക്റുണ്ടാകുന്നത്, ഹംദുണ്ടാകുന്നത്. അപ്പോഴാണ് അവന് ഹൃദയമറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കഴിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതല്ലാത്തവന് അൽഹംദുലില്ലാഹ് ഇഖ്ലാസോടുകൂടി പറയാൻ സാധിക്കില്ല. കഫീലിനോട് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന മാതിരിയല്ല. കഫീലിനോട് അൽഹംദുലില്ലാഹ് എന്ന് പറയണത്, അല്ലേ? കഫാലക്കെന്ന് കഫീൽ ചോദിക്കാൻ വിചാരിക്കുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറയും. കാരണം എന്താ? എനിക്ക് അറബി അറിയുന്ന ഓനെ ബോധ്യപ്പെടുത്താനാണ്. ഇവൻ ആകെ അറിയുന്ന അറബി എന്താ? ഈ അൽഹംദുലില്ലാഹ് ആണ്. മനസ്സിലായുണ്ടോ? അതുകൊണ്ടല്ല, ഇഖ്ലാസോട് കൂടെയുള്ള ഹംദ് അൽഹംദുലില്ലാഹ്, ഇതാണ് യഥാർത്ഥത്തിലുള്ള ഹംദ്. അത് ഉള്ളിൽ നിന്ന് പുറത്തു വരണം. അള്ളാഹുവിന്റെ നിഅമത്തുകളുടെ വലുപ്പവും ഗൗരവവും അതിന്റെ ഗാംഭീര്യവും ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം ആ ഹംദ്. അപ്പോഴാണ് ആ ഹംദ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഹംദും നിഅമത്തുകൾ നീങ്ങിപ്പോവാതിരിക്കുവാനുള്ള സെക്യൂരിറ്റിയായ ഹംദുമാകുന്നത്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ.
ഇത് നിങ്ങൾ മറക്കരുത്. ഹംദുല്ലാഹി അമാനുൽ ലിന്നിഅമതി മിൻ സവാലിഹാ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹംദുല്ലാഹി അല്ലാഹുവിന്റെ സ്തുതി, അല്ലാഹുവിനുള്ള സ്തുതി. അമാനുൻ ലിന്നിഅമതി മിൻ സവാലിഹാ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകലിനെ തൊട്ടുള്ള അമാനാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി സെക്യൂരിറ്റി എന്ന് പറയും. എന്താ ഒരു സെക്യൂരിറ്റിന്റെ പണി? ഒരു സെക്യൂരിറ്റിന്റെ പണി എന്താ? നമ്മുടെ നാട്ടിലെ സെക്യൂരിറ്റിന്റെ പണിയല്ല ഞാൻ ചോദിച്ചത്, ഇവിടേക്കുള്ള സെക്യൂരിറ്റിയുടെ പണി. നമ്മുടെ നാട്ടിലെ സെക്യൂരിറ്റിയുടെ പണി എന്താ? ഓന് ഇരുന്നുറങ്ങാൻ കഴിയുന്നുള്ളത് തന്നെയാണ് അവന്റെ പ്രത്യേകത. അവന് ചാരാനുള്ള കസാരമാണെന്നൊന്നുമില്ല, ഓന് സ്റ്റൂള് കിട്ടിയാൽ മതി, അയിമ ഇരുന്ന് കണ്ടോ ഉഷാറായിട്ട് ഉറങ്ങും. നേരം വെളുക്കണത് വരെ ഇരുന്നുറങ്ങാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ സെക്യൂരിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതല്ല, ഇവിടേക്കുള്ള സെക്യൂരിറ്റിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്താണ് ഒരു സെക്യൂരിറ്റിയുടെ ചുമതല? ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു ബാങ്കിന്റെ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ സെക്യൂരിറ്റിന്റെ പണി എന്താ? ആ സ്ഥാപനത്തെ അക്രമികളിൽ നിന്ന്, മോഷ്ടാക്കളിൽ നിന്ന് ഒക്കെ സംരക്ഷിക്കലാണ്, അല്ലെ? ഇതാണല്ലോ ഒരു സെക്യൂരിറ്റിന്റെ പണി. ആ പണി നമ്മുടെ സമ്പത്തിന്റെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കും ഹംദ്. അതെങ്ങനെ? നിഅമത്ത് നീങ്ങിപ്പോവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കളയാൻ ഉദ്ദേശിച്ചാൽ ഒന്നും ഒരു മനുഷ്യനിലും അവശേഷിക്കൂല. നമ്മുടെ ആയുസ്, നമ്മുടെ ആരോഗ്യം, യൗവനം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ നിഅമത്ത്, യൗവനം, നമ്മളൊക്കെ ഇപ്പോൾ നമ്മുടെ യുവത്വത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അഹ്ലിക്കാർക്കും അവന്റെ ത്വാഅത്തിലായി ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ഇന്നലെ ഒരു 11 മണിയാകുമ്പോ, രാവിലെ ഒരു 11 മണിയാകുമ്പോ എന്റെ അടുക്കൽ ഒരു സുഹൃത്ത് വന്നു, ഒരു കച്ചവടക്കാരൻ വന്നു. വളരെ വിഷമിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്റെ അടുത്ത് വന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദെ, എന്റെ എളാപ്പ എന്ന് പറഞ്ഞാൽ ഉപ്പാന്റെ അനിയൻ, എളാപ്പയാണെങ്കിലും ഞങ്ങൾ സുഹൃത്തുക്കളെ പോലെയാണ്. കാരണം വലിയ പ്രായമുള്ള ആളല്ല, അതുകൊണ്ട് അങ്ങനെയാണല്ലോ, വളരെ അടുത്ത ബന്ധമാണ്, സുഹൃത്തുക്കളെ പോലെയാണ്. അദ്ദേഹത്തിന് പെട്ടെന്നൊരു തല ചുറ്റല് ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ബ്ലഡ് ക്യാൻസറാണ്, പരിശോധന കഴിഞ്ഞപ്പോൾ ബ്ലഡ് ക്യാൻസർ ആണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഒരു കുഴപ്പമില്ലാതെ വളരെ സന്തോഷത്തോടുകൂടെ നടക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് തല ചുറ്റലുണ്ടായി, കൊണ്ടുപോയി പരിശോധന കഴിഞ്ഞു, ബ്ലഡ് ക്യാൻസറാണ്. അദ്ദേഹത്തിന്റെ കുടുംബം വലിയ വിഷമത്തിലാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നത്. ക്ലാസ്സിൽ വൈകുന്നേരത്തെ ക്ലാസ്സിൽ ദുആ ചെയ്യാൻ പറയാനാണ് വന്നത്. അല്ലാതെ ഞാൻ വലിയൊരു ഔലിയ ആയതുകൊണ്ട് എന്റെ അടുത്ത് വന്ന് ഇറക്കാൻ പറയാം എല്ലാവരും, അതല്ല. പിന്നെ വൈകുന്നേരം ഇവിടെ ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സിന് ഇറക്കാൻ വേണ്ടി പറയാൻ വന്നതാണ്. അപ്പോ വളരെ സന്തോഷത്തോടുകൂടെ നടക്കുന്ന ഒരു മനുഷ്യനിൽ പെട്ടെന്നാണ് ഈ ഒരു അദ്ദേഹത്തിന്റെ ആരോഗ്യം എന്ന നിഅമത്തിനെ അള്ളാഹു ഊരിക്കളയുകയാണ്. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. സവാലുൻ നിഅമത്ത് വലിയ വിഷയല്ലേ? എപ്പോഴും ദുആ ചെയ്യണം, അല്ലാഹുവേ എന്റെ നിഅമത്തുകളെ നീ ഊരിക്കളയരുത് അല്ലാഹ്. എന്റെ അധർമ്മം അല്ലെങ്കിൽ എന്റെ അതിക്രമം കാരണം എന്റെ നിഅമത്തുകളെ നീ ഊരിക്കളയരുത് അല്ലാഹ് എന്ന് പറയണം. എപ്പോഴും ദുആ ചെയ്യണം. കാരണം എന്താ പറയുക, നമ്മളൊക്കെ ഒരുപാട് വീഴ്ച വരുന്ന ആളുകളാണ്. നമ്മളെ കൽബും നമ്മുടെ ശരീരമൊന്നും നമുക്ക് ഒഴിപ്പെടുന്നില്ലല്ലോ. നമ്മൾ എന്തോ ഒരു ഒഴുക്കിൽ, എന്തോ ഒരു കുതിരത്തിന് ഇങ്ങനെ വലിയ അല്ലലും അലമ്പും ഇല്ലാതെ പോവാണ്. സത്യത്തിൽ ഒരു അവസരം കിട്ടിയാൽ നമ്മളൊക്കെ പിഴക്കാൻ സാധ്യത കൂടുതലാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഈമാൻ കുറഞ്ഞവരാണ് നമ്മൾ എന്ന് ഞാൻ പറയുന്നത് നിന്നെപ്പോലത്തെ ആൾക്കാരെ കുറിച്ചാണ്. ഈമാൻ ഉള്ളോനെ ഞാൻ കുറഞ്ഞു എന്ന് പറഞ്ഞു എന്നാരും വിചാരിക്കണ്ട. എന്റെ കാര്യം എനിക്ക് പറയാമല്ലോ, ഇന്നെപ്പോലുള്ളവരെ കാര്യം ആണ് ഞാൻ ഈ പറഞ്ഞതെന്നും കൂട്ടിക്കോളി. അപ്പൊ നമുക്ക് ഏത് നിമിഷവും നമ്മുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ വരും. അത് കാരണം നമുക്കുള്ള നിഅമത്തിനെ അള്ളാഹു ഊരിക്കളയരുത്. അതിന് അള്ളാഹിനോട് നമ്മൾ ദ്വാരക്കണം, നന്നായിട്ട് ദ്വാരക്കണം. ദ്വാ ചെയ്താൽ അള്ളാഹു തആല തട്ടൂല്ല. അത്തരം കാര്യങ്ങളിലൊക്കെ നന്നായിട്ട് നമ്മൾ ദ്വാ ചെയ്യണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ നമുക്ക് അള്ളാഹു തന്ന, ഇപ്പൊ നമ്മളൊക്കെ ആരോഗ്യമുള്ള ആളുകളാണ്, രോഗമുള്ള ആളുകളുണ്ടാവും. രോഗികളായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകട്ടെ, പരിപൂർണമായ ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് രോഗികളായ ആളുകളുണ്ട്, അവർക്കൊക്കെ അള്ളാഹു പരിപൂർണ ആഫിയത്തും ശിഫയും പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ മുസീബത്തുകളെ തൊട്ടും മാരക രോഗങ്ങളെ തൊട്ടും അള്ളാഹു തആല നമ്മയും അഹ്ലുകാരെയും കാത്തുരക്ഷിക്കട്ടെ.
ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ പടർന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിവാഹിതനായ ഒരു സുഹൃത്ത്, ഞാനൊരിക്കൽ പറഞ്ഞതാണത്, ബ്ലഡ് ക്യാൻസർ, അദ്ദേഹം ഇപ്പൊ നാട്ടിലാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് എന്താണ് ഞാൻ അദ്ദേഹത്തോട് പറയേണ്ടതെന്ന് പോലും എനിക്കറിയുന്നില്ല. എങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കേണ്ടത് ആർക്കും അറിയില്ല. അയാളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും അറിയില്ല. എന്നോട് വളരെ സ്വകാര്യമായിട്ട് സീക്രട്ടായിട്ട് വന്ന് പറഞ്ഞതാണ്, ഉസ്താദെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാലങ്ങളായിട്ട് ഞാൻ കാണുന്നൊരു മനുഷ്യനാണ്, ഇങ്ങനൊരു ഇതിലുള്ള വളരെ നല്ല സ്റ്റൈലുള്ള, കാണാൻ വളരെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, അവിവാഹിതനാണ്. എന്താണ് ഞാൻ അയാളോട് പറയാ? അള്ളാഹു തആല ശിഫയാക്കട്ടെ എന്ന് പറഞ്ഞാൽ ഹൃദയം വല്ലാതെ ഉരുകിപ്പോയി. പിന്നെ എന്റെ യുവാവിന്റെ മുഖം കണ്ടപ്പോ. അങ്ങനെ പലർക്കും ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഏതായാലും ആരോഗ്യം എന്നത് അള്ളാഹു തആല നമുക്ക് ചെയ്ത നിഅമത്താണ്. യൗവനം എന്നത് അള്ളാഹു തആല നമുക്ക് ചെയ്തു തന്ന ഒരു നിഅമത്താണ്. യൗവനത്തിന്റെ പടിപ്പുര കാണാതെ ബാല്യത്തിലും കൗമാരത്തിലും വിട്ടുപിരിഞ്ഞ ആളുകളില്ലേ, ആ അവസ്ഥയിൽ നിന്ന് അള്ളാഹു നമ്മെ മാറ്റിയെടുത്തു. എന്നിട്ട് നമുക്ക് അള്ളാഹു യൗവന ദശയിലേക്ക് നമ്മെ അള്ളാഹു എത്തിച്ചു. അൽഹംദുലില്ലാഹ്. യൗവനത്തിൽ നിൽക്കുന്ന ഒരാൾ, യുവാവായി നിൽക്കുന്ന ഒരാൾ, അവന്റെ യൗവനത്തിന്റെ പേരിൽ റബ്ബിന് ശുക്ർ ചെയ്യൽ ഏത് രീതിയിലാണ്? പരമാവധി ഇബാദത്തും അമലും വർദ്ധിപ്പിക്കുക, പരമാവധി ദീനീയ ഖിദ്മത്തിൽ വ്യാപൃതനാവുക, ഇൽമിന്റെ സേവനത്തിന് പരിശ്രമിക്കുക. യൗവനം തന്നതിന് അള്ളാഹുവിനുള്ള തിരിച്ചുള്ള ശുക്ർ അതൊക്കെയാണ്. ആരോഗ്യത്തെക്കുറിച്ച് മതിമറക്കാതെ ആരോഗ്യം തന്നതിന്റെ പേരിൽ അള്ളാഹുവിന് എപ്പോഴും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. എത്ര പറഞ്ഞാലും മതിയാവൂ? രോഗമില്ലാത്ത അവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതല്ല ഏറ്റവും വലിയ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിഅമത്ത് അതല്ലേ? അപ്പോ ഹംദ് എന്നത് അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിന് എന്ന ബുഷ്റാക്കുമുൽ യൗമിലെ ഇന്നത്തെ ഈ ചർച്ച ഞാൻ ഇവിടെ തൽക്കാലം നിർത്തുകയാണ്. എനിക്കിത് ഇനിയും കുറെ സമയം പറയാനുണ്ട്, ഉദാഹരണങ്ങളും മറ്റും വെച്ച് കുറെ പറയാനുണ്ട്. പക്ഷെ ഇനി ഞാൻ പറയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനി നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്, കാര്യങ്ങളെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. ഏത് നിഅമത്തിനായാലും, സാമ്പത്തികമായിട്ടായാലും എന്തിന്റെ പേരിലായാലും എല്ലാം അള്ളാഹുവിന്റെ നിഅമത്താണ് എന്ന് മനസ്സിലാക്കുകയും അതിന് പകരം അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയും അൽഹംദുലില്ലാ എന്ന് അധികമായും പറയുകയും ചെയ്യുക. എങ്കിൽ നിങ്ങളുടെ നിഅമത്തുകൾ അള്ളാഹു ഊരിക്കളയുകയില്ല. ശുക്രില്ലെങ്കിൽ അവന്റെ നിഅമത്ത് അള്ളാഹു ഊരിക്കളയും. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ഒന്നുകൂടെ ആ ഹദീസ് പറയാൻ, ഹംദുല്ലാഹി അമാനുൽ ലിന്നിഅമതി മിൻ സവാലിഹാ. വളരെ ചെറിയൊരു ഹദീസ്. ഹംദുല്ലാഹി അമാനുൽ ലിന്നിഅമതി മിൻ സവാലിഹാ. അള്ളാഹുവിനുള്ള സ്തുതി ലഭിച്ച നിഅമത്തുകൾ ഊരിക്കളയാതിരിക്കുവാനുള്ള അമാനാണ്, സെക്യൂരിറ്റിയാണ്. ഇനി മഹാന്മാരായ ആരിഫീങ്ങൾ, സൂഫിയാക്കൾ, അവരുടെ ഭാഗത്തു നിന്നും ഈ അൽഹംദുലില്ലാ എന്നതിനെ കുറിച്ച് ഒരു ചെറിയ പരാമർശമുണ്ട്. അതും കൂടെ ആരിഫീങ്ങൾ പറയുന്നു. ഖാല ബഅ്ദുൽ ആരിഫീന അൽഹംദുലില്ലാഹി സമാനിയത അഹ്റുഫ്. അൽഹംദുലില്ലാഹി എന്നത് 8 അക്ഷരങ്ങളാണ്. അലിഫ്, ലാം, പിന്നെ ഹാ, മീം, ദാല്, പിന്നെ ലില്ലാഹി എന്നതിലെ 2 ലാമും ഹാവും. അങ്ങനെ 8 അക്ഷരങ്ങളാണ് അൽഹംദുലില്ലാഹ് എന്നത്. അതുകൊണ്ട് തന്നെ അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങളെപ്പോലെ. സ്വർഗത്തിന്റെ വാതിലുകൾ എത്രയാ? 8 വാതിലാണ്. ഫമൻ ഖാലഹ അൻ സ്വഫാഇ ഖൽബിൻ, ഒരാൾ പരിശുദ്ധമായ ഹൃദയത്തോടുകൂടെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ഇസ്തഹഖ, അവൻ അർഹനായി, അൻ യദ്ഖുലൽ ജന്നത മിൻ അയ്യിഹാ ശാഅ, ഏത് വാതിലാണോ അവൻ ഉദ്ദേശിക്കുന്നത് ആ വാതിലൂടെ സ്വർഗത്തിൽ കടക്കാൻ അവൻ അർഹനായി എന്ന്. ഫയുഖയ്യിറു ബൈനഹാ, ആ ഇക്രാമൻ,
ആ സ്വർഗത്തിന്റെ വാതിലുകളുടെ ഇടയിൽ 8 വാതിലിൽ ഏത് വാതിൽ കൂടെ അവന് കയറേണ്ടത് അത് അവന് തെരഞ്ഞെടുക്കാം. അവനോടുള്ള ബഹുമാന സൂചകമായിട്ട് അവന് തെരഞ്ഞെടുക്കാം ഏത് വാതിലാ കയറേണ്ടത്, അത് അവന്റെ ഇഷ്ടം. 8 വാതിലിലൂടെയും അവന് കയറാവുന്നതാണ് എന്ന് മഹാന്മാരായ ആരിഫീങ്ങൾ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അഹ്ലുകാർക്കും തൗഫീഖ് ചെയ്യട്ടെ. നാഫിആയ ഇൽമും ഈമാനും തഖ്വയും അല്ലാഹു നമുക്കും അഹ്ലുകാർക്കും വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും മനഃപൂർവവും അല്ലാതെയുമായി നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ അബദ്ധങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അഫൂ ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ ഒട്ടനേകം ആളുകളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെയൊക്കെ ഖബറുകളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവരുടെയൊക്കെ ഖബറുകൾ അല്ലാഹു സ്വർഗീയ കവാടം തുറന്നു കൊടുക്കട്ടെ ഖബറുകളിലേക്ക്. അതേപോലെ രോഗികളായ പല സുഹൃത്തുക്കളും കുടുംബത്തിലും അല്ലാതെയുമായി നമുക്കുണ്ട്. രോഗികളായ മുഴുവൻ ആളുകളുടെയും രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞ മുഴുവൻ രോഗികൾക്കും അല്ലാഹു പരിപൂർണ ശിഫയും ആഫിയത്തും നൽകട്ടെ. മാരകമായ രോഗങ്ങളുടെ പിടിയിൽ നിന്ന് അല്ലാഹു നമ്മയും അഹ്ലുകാരെയും കാക്കട്ടെ. എയ്ഡ്സ് പോലുള്ള ക്യാൻസർ പോലുള്ള വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അത്തരം രോഗങ്ങളുടെ വല്ല അടയാളവും നമ്മുടെ ആരുടെയെങ്കിലും ശരീരത്തിലുണ്ടെങ്കിൽ അല്ലാഹു തആല അതൊക്കെ നമ്മിൽ നിന്ന് തട്ടിമാറ്റി നമ്മെ വളരെ ആഫിയത്തും ദീർഘായുസ്സുമുള്ളവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അതേപോലെ പലരും ദുആ ചെയ്യാൻ പറയുന്നുണ്ട്. ക്യാൻസർ രോഗികളും അതേപോലെ മറ്റു പല രോഗികളുമൊക്കെ ദുആ ചെയ്യാൻ PM-ലൂടെയും അല്ലാതെയുമായിട്ടൊക്കെ പറയുന്നുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ശിഫ നൽകട്ടെ. ഭാര്യമാരുടെ പ്രസവ സംബന്ധമായ വിഷയങ്ങളുമായി പലരും വലിയ വിഷമത്തിലും ബേജാറിലുമാണ്. അല്ലാഹു തആല ഗർഭിണികളായ നമ്മുടെ സഹോദരിമാർക്ക് സന്തോഷത്തോടുകൂടെയുള്ള സുഖപ്രസവം തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മയും അഹ്ലുകാരെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ആലിമീങ്ങൾക്ക് നേതാക്കൾക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. എല്ലാ കുതന്ത്രക്കാരിൽ നിന്നും അക്രമികളിൽ നിന്നും നമ്മുടെ ഉസ്താദുമാരെയും സയ്യിദന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ തണലിൽ മരണം വരെ ജീവിച്ച് ഖിദ്മത്ത് ചെയ്ത് ജീവിച്ച് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ആവർത്തിച്ചുച്ചരിച്ച് മരിക്കാൻ നമുക്കും ബന്ധപ്പെട്ടവർക്കും നമ്മുടെ ഭാര്യ സന്താനങ്ങൾക്കും മാതാപിതാക്കൾക്കും മക്കൾക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട നൗഷാദ് സാഹിബിന്റെ നേതൃത്വത്തിൽ വളരെ നല്ലൊരു ചർച്ച നടക്കാൻ പോവാണ്. അതുകൊണ്ട് എല്ലാവരും ചർച്ചയിൽ പങ്കെടുക്കാൻ സജീവമായി രംഗത്ത് വരിക.